ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് അടുത്ത കഥ എന്തായി എന്ന് നോക്കാം. അടുത്ത സുധി സച്ചിയോട് ചോദിക്കുകയാണ്, എടാ സച്ചി, നീ എന്നോടും കാശ് ചോദിക്കുന്നതാണോ? എന്നെ ഇവിടം വരെ കൊണ്ടുവന്നതിന് നീ എന്താ എന്നോട് കാശ് ചോദിക്കുന്നത്? അപ്പോൾ സച്ചി പറയാണ്, പിന്നെ കാറ് പച്ചവെള്ളത്തിലല്ല ഓടുന്നത്, ഡീസലാണ് ഓടുന്നത്. അതിൻ്റെ കാശ് എല്ലാവരും തന്നേ പറ്റൂ. പോരാത്തതിന് ഫുൾ AC-യിലാണ് വന്നത്, കാശെടുക്ക്. അപ്പോൾ ചന്ദ്ര ചോദിക്കണം അവനോട്, അതായത് നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വണ്ടി ഓടിച്ചതിന് കാശ് ചോദിക്കുന്നു നീ അവനോട്? പിന്നെ വലിയൊരു കല്യാണം, രണ്ടാമത്തെ കല്യാണമല്ലേ? അപ്പോൾ ചന്ദ്ര, വായടക്കടാ, ആരും കേട്ടാൽ എന്ത് കരുതും? അപ്പോൾ സച്ചി, ഒന്നും കരുതില്ല. ഇവൻ കല്യാണ സമയത്ത് ഒളിച്ചോടി പോയ കാര്യമെല്ലാം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ നാട്ടിൽ പാട്ടല്ലേ? അപ്പോൾ ചന്ദ്ര, അതിനിവന് ആരുടെ കഴുത്തിനും താലി കെട്ടിയിട്ടില്ല. താലി കെട്ടിയിരുന്നെങ്കിലാ ഇത് രണ്ടാം കല്യാണം ആവുന്നേ. എല്ലാവർക്കും അറിയാം ഇവൻ്റെ രണ്ടാം കെട്ടാണെന്ന്. നാണം കെട്ടവൻ്റെ രണ്ടാം കല്യാണം. എടാ സച്ചി, ഇത് അമ്പലമാ, സൂക്ഷിച്ച് സംസാരിക്കണം. അപ്പോൾ സച്ചി പറയാണ്, നീ നാണം കെട്ടവനല്ലേ? അല്ലാതെ നീ എനിക്ക് തരാനുള്ള 50 ലക്ഷം തന്നിരിക്കുമല്ലോ, നാണം കെട്ട് സംസാരിക്കുന്നു. നീ കാശെടുക്ക്. അപ്പോൾ അവൻ പറയാണ്, 50 ലക്ഷത്തിന് ഞാനിപ്പോൾ ഇവിടെ പോകാനാ? 50 ലക്ഷമല്ല ചോദിച്ചത്, വണ്ടി ഓടിച്ചതിൻ്റെ കാശാ. ഇതൊക്കെ കേട്ടുകൊണ്ട് വരികയായിരുന്ന അച്ഛൻ കേട്ടു. അപ്പോൾ അച്ഛൻ പറയാണ്, എടാ സച്ചി, എന്താടാ ഇത്? അപ്പോൾ സച്ചി പറയാണ്, ഇവൻ കാറിൻ്റെ വാടക തരുന്നില്ല അച്ഛാ, ചുമ്മാ കൊണ്ടുവിടും എന്നാണ് അവൻ കരുതിയത്. അപ്പോൾ അച്ഛൻ, എടാ വിടറാ, എടാ നിൻ്റെ ഏട്ടനല്ലേ അവൻ. അപ്പോൾ സച്ചി, ഇവൻ ഏട്ടനാണെന്ന് പറയാൻ എനിക്ക് തന്നെ നാണക്കേടാ. ഓട്ടത്തിൻ്റെ കാര്യത്തിൽ ഏട്ടൻ അനിയൻ എന്നൊന്നുമില്ല. അച്ഛനറിയോ, എനിക്ക് കുറേ കടയുണ്ട്, കാറിൻ്റെ വാടകയും കൊടുക്കണം. ശരി, നീ കിടന്ന് ബഹളം വെക്കല്ല, കാശ് ഞാൻ തരാം. അപ്പോൾ സച്ചി പറയാണ്, എന്തിനാ അച്ഛൻ തരുന്നേ? അവൻ തന്നെ തരട്ടെ. ഓഹോ, കല്യാണം കഴിക്കാൻ എന്താ ഉത്സാഹം എന്ന് പറഞ്ഞ് അവൻ മറ്റവൻ്റെ അടുത്ത് പോയി, അതായത് സുധിയുടെ അടുത്തേക്ക് പോയി. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഇതിനൊക്കെ ചിലവുണ്ടാകും, നിനക്കറിയില്ലേ? കാശെടുക്കടാ, കാശ് തരാതെ നിന്നെ വിടില്ല. അപ്പോൾ അച്ഛൻ, എടാ സച്ചി, ഇതൊരു അമ്പലമല്ലേ, പോരാത്തതിന് നല്ലൊരു ചടങ്ങ് നടക്കേണ്ട സമയമായത്. അപ്പോൾ സച്ചി പറയുന്നത്, അതിനൊക്കെ ഞാനെന്താ വേണ്ടത്? എൻ്റെ കാശ് കിട്ടണം എനിക്ക്. അപ്പോൾ ചന്ദ്ര പറയാണ്, നിനക്ക് എന്താ വേണ്ടത്? കാശല്ലേ, എത്ര വേണം നിനക്ക് കാശ്? തുച്ഛമായ 750 രൂപ. ഇതാ നിൻ്റെ ക്യാഷ്. ഇതാ ഞാൻ പറഞ്ഞത്, വേറെ നല്ല കാറിൽ പോകാമെന്ന്. നമ്മളെ സ്റ്റാറ്റസിനൊത്ത കുറേ പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയ കാറ് പിടിക്കാമായിരുന്നു. നിങ്ങളെയൊക്കെ സ്റ്റാറ്റസിന് പറ്റിയത് കണ്ടെയ്നർ ലോറിയാ, അതിലിരുത്തി വേണം നിങ്ങൾ ഇവരെയൊക്കെ കൊണ്ടുവരിക. അതും പറഞ്ഞ് സച്ചി കൊടുത്ത പൈസയിൽ അധികം പൈസ ഉണ്ട്, 100 രൂപ. അപ്പോൾ ഇതാ 100 രൂപ ബാക്കിയുണ്ട്, എനിക്ക് അധികം പൈസയൊന്നും ആരുടെയും വേണ്ട. സച്ചി ആരുടെയും 1 രൂപ കൂടുതൽ വാങ്ങിക്കില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ സച്ചി, നീ ഒന്നും മിണ്ടാതിരിക്കടാ, നീ വാടാ എന്ന് പറഞ്ഞ് അമ്മ സുധിയെയും കൂട്ടിപ്പോയി അകത്തേക്ക്. അപ്പോൾ അച്ഛൻ പറയാണ് സച്ചിയോട്, നീ ഇങ്ങ് വന്നേ, വാടക കാശ് ലാഭിക്കാമെന്ന് വിചാരിച്ചിട്ടായി ഞാൻ സച്ചിയുടെ കാറിൽ വരാമെന്ന് നിർബന്ധം പിടിച്ചത്. ഇതിപ്പോൾ നിൻ്റെ കാശ് കൂടി പോയി, ബാമ പറയാണ്. അതും പറഞ്ഞ് അവരങ്ങോട്ടേക്ക് കയറിപ്പോയി. അപ്പോൾ രേവതിയുടെ അമ്മ വന്നിട്ട് പറയാണ്, ചന്ദ്രമതി ചേച്ചി, വാ വാ, നമസ്കാരം. അപ്പോൾ ചന്ദ്ര ഉടൻ ചോദിക്കുകയാണ്, സ്വീകരിക്കാൻ നീയാണോ ഈ കല്യാണം നടത്തുന്നത്? കൂടുതൽ അടുപ്പമൊന്നും നീ എന്നോട് കാണിക്കണ്ട, എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വരുന്നുണ്ട്. നീയൊക്കെ ആയിട്ടുള്ള ബന്ധം അറിഞ്ഞാൽ എനിക്കാണ് നാണക്കേട്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അവർ പറയുന്നത്. ആളുകൾ കൂടുന്നിടത്ത് എന്നെ കണ്ട ഭാവം പോലും നടിക്കരുത്. ഇത് കേട്ട് അച്ചമ്മയ്ക്ക് പിടിച്ചില്ല. അച്ചമ്മ ഉടൻ ആ ഇരിപ്പിൽ നിന്നും എണീറ്റ് അവിടത്തേക്ക് പോവുകയാണ്. അത് കേട്ട് മറ്റുള്ളവരും ശ്രീകാന്തവും അച്ഛനും ഒക്കെ വരികയാണ്. അച്ചമ്മ ചോദിക്കുകയാണ്, ചന്ദ്രേ, നീ എന്താ ലക്ഷ്മിയോട് മുഖത്തടിച്ചതുപോലെ സംസാരിക്കുന്നേ? നിന്നോടവളും നമസ്കാരം പറഞ്ഞതല്ലേ ഉള്ളൂ, മര്യാദ വേണേടി, മര്യാദ. അച്ഛൻ പറയാണ്, ആളുകൾ കൂടുന്നിടത്ത് വെച്ച് ലക്ഷ്മി നിന്നോട് സംസാരിച്ചാൽ എന്താ കുഴപ്പം? പിന്നെ വേറൊരു നല്ല റൂം എടുത്തിട്ട് അവിടെ വെച്ച് നിന്നോട് സംസാരിക്കണോ? നിങ്ങളവരെ ചന്ദ്രമതി എന്ന് വിളിച്ചില്ലേ, അതാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തത്. സച്ചി പറയാണ്, ഓടിപ്പോയവൻ്റെ തള്ളയെന്ന് വിളിക്കണം, അതാണ് അവർക്കിഷ്ടം. സച്ചി സുധിയോട് പറയാണ്, അല്ലേടാ ഓടിപ്പോയവനെ. അച്ഛമ്മ, ലക്ഷ്മി ആരാ? നിൻ്റെ മകൻ്റെ ഭാര്യൻ്റെ അമ്മയല്ലേ, അതിൻ്റെ ബഹുമാനം കൊടുക്കണ്ടേ അവൾക്ക്? ഓ, മകൻ്റെ ഭാര്യൻ്റെ അമ്മ. മനുഷ്യരെ നാണം കെടുത്താനായിട്ട് പൂക്കളും നിരത്തി പൂകെട്ടാനിരിക്കുക. ചന്ദ്ര, കല്യാണ ദിവസമായിട്ട് ഇന്നിവിടെ ഈ ജോലി ചെയ്യാതിരുന്നൂടെ? നമ്മളെ സ്റ്റാറ്റസ് അറിയില്ലേ നിനക്ക്? രേവതിയോട്. അപ്പോൾ രേവതി പറയുന്നു, ഈ ജോലിക്ക് എന്താ അമ്മ ഒരു കുറവ്? ഞങ്ങൾ കെട്ടുന്ന മാലയാ ദേവി വിഗ്രഹത്തിൽ ചാർത്തുന്നത്. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, അതിന് നിന്നെ തൊഴണോ? എത്ര ക്ഷേത്രങ്ങളുണ്ട് ഈ നാട്ടിൽ, കല്യാണം ഇവിടെ തന്നെ നടത്തേണ്ടത് വല്ല ആവശ്യമുണ്ടോ? ഇന്ന് ഈ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് ഈ പൂക്കെട്ടൽ ഒന്ന് ഒഴിവാക്കിക്കൂടായിരുന്നോ? ദേവു ചോദിക്കണം, അപ്പോൾ ഞങ്ങളതിനാ പൂക്കെട്ടുന്ന പണി ഒഴിവാക്കുന്നത്? അപ്പോൾ സച്ചി, കേട്ടില്ലേ ദേവു, ഈ നിൽക്കുന്നവന് പ്രശസ്തമായൊരു വ്യക്തിത്വ, പാവങ്ങളുടെ കണ്ണിലുണ്ണി,
നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് ഇവൻ. എൻ്റെ കല്യാണത്തിന് ബഹുമാന സൂചകമായി എല്ലാവരും കടയടച്ചിടണം, പൂക്കെട്ടുന്ന ആൾക്കാർ പൂക്കെട്ടാതിരിക്കണം, ഒരു പണിയും ചെയ്യാതെ വീട്ടിലിരിക്കണം, അല്ലേ മഹത് വ്യക്തി എന്ന് സച്ചി ചോദിക്കാണ് സുധിയോട്. ദിവസവും ജോലി ചെയ്താൽ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റൂ, അതൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ദേവു. അപ്പോൾ ഭാമ ചോദിക്കുകയാണ്, സച്ചി നമ്മൾ കല്യാണം കൂടാൻ വേണ്ടി വന്നതാണോ അല്ലെങ്കിൽ കലഹം കൂടാൻ വേണ്ടി വന്നതാണോ? ചന്ദ്രേ, ഒരുക്കങ്ങളൊക്കെ നടത്താനുള്ളതല്ലേ, നീ ഇങ്ങ് വന്നേ, സുധി വാ. അവർ പോയി അതും പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ വന്ന് ചോദിക്കുകയാണ്, അല്ല ചെറുക്കനും പെണ്ണിനും വേണ്ടിയുള്ള മാലകളൊക്കെ കെട്ടിയോ ലക്ഷ്മി? ഇല്ല, ഇപ്പം റെഡിയാവും. അപ്പോൾ അച്ഛൻ പറയാണ്, ധൃതി വെക്കണ്ട, സമാധാനത്തിൽ ചെയ്താൽ മതി. അപ്പോൾ ചന്ദ്ര പോകുന്ന വഴി കേട്ടിട്ട് പറയാണ്, ധൃതി പിടിച്ച് കാട്ടിക്കുട്ടി ഒപ്പിച്ച് കെട്ടിവെക്കരുത് മാല, കാശ് വാങ്ങുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ മാല കെട്ടണം. അപ്പോൾ രേവതി പറയാണ്, അമ്മേ ഞങ്ങളതിന് കാശൊന്നും വാങ്ങുന്നില്ല. അപ്പോൾ അച്ഛൻ വന്നിട്ട് പറയാണ്, ചന്ദ്രേ അവരുടെയും കൂടി വീട്ടിൽ നടക്കുന്ന കാര്യമാണിത്. അപ്പോൾ എങ്ങനെ മാല കെട്ടണം, എങ്ങനെ ഏത് രീതിയിൽ കെട്ടണമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതൊന്നും നീ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ എന്തിനാ അതും ഇതൊക്കെ പറഞ്ഞ ആൾക്കാരുടെ വെറുപ്പ് സമ്പാദിക്കുന്നേ, വായി ഇങ്ങോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ ചന്ദ്രയും മറ്റുള്ളവരൊക്കെ പോയി. പിന്നെ രേവതി അവളുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, സാറില്ല അമ്മേ. ശ്രീകാന്തും പോയിട്ട് പറയാണ്, ആൻറ്റി അമ്മ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കല്ലേ കേട്ടാ, ആദ്യമായിട്ടൊന്നുമല്ലല്ലേ മോനെ. അതിന് സച്ചിയേട്ടൻ നല്ല മറുപടിയും കൊടുത്തിരുന്നല്ലോ, അത് മതി. സമാധാനം, ഞാൻ കരുതി നിങ്ങൾ പിണങ്ങിക്കാണുമെന്ന് സച്ചി പറയാണ്. അപ്പോൾ രേവതി പറയുന്നത്, പിണങ്ങാനോ? ശ്രീകാന്ത് പറയാണ്, ഏട്ടത്തി എത്ര സ്പീഡിലാണ് മാല കെട്ടുന്നത്, ഇതിലൊരു മത്സരം വെച്ചാൽ ഏട്ടത്തി ആയിരിക്കും വിജയിക്കുന്നത്. ദേവ് പറയണം. അപ്പോൾ ഞാൻ കെട്ടുന്നതോ? ഏട്ടത്തി മുയലിൻ്റെ രൂപത്തിൽ കെട്ടുന്നു, നീ ആമയുടെ രൂപത്തിൽ കെട്ടുന്നു. അപ്പോൾ പിന്നെ രേവതി ചോദിക്കുകയാണ്, ശ്രീകാന്ത് വർഷ വരുമോ? ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല. അപ്പോൾ രേവതിയുടെ അമ്മ ചോദിക്കുന്നു, ആരാ മോളെ വർഷ? അമ്മേ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഏട്ടനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു പെൺകുട്ടിയുടെ കാര്യം, അവളാ വർഷ. ഓ മനസ്സിലായി. അപ്പോൾ രേവതി പറയാണ്, നീ എന്താ അവളെ വിളിക്കാഞ്ഞേ? കല്യാണം നടക്കുമോയെന്ന് ഉറപ്പില്ലല്ലോ, സുധിയേട്ടനെ എങ്ങോട്ടോ ഓടിപ്പോയാലോ. അപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോൾ അമ്മ, മോനെ അങ്ങനെയൊന്നും പറയല്ലേ, മോൻ്റെ അമ്മ കേട്ടാൽ അത് മതി, ഈ കല്യാണമെങ്കിലും നല്ല രീതിയിൽ നടക്കണം. കണ്ടറിയാം, രേവതിയുടെ ബ്രദർ പറയാണ്. അപ്പോൾ അമ്മ പറയാണ്, ഡാ വേണ്ട. അങ്ങനെ എല്ലാവരും തിരുമേനിയുടെ അടുത്തെത്തി. നമസ്കാരം തിരുമേനി എന്ന് പറഞ്ഞ് എല്ലാവരും വണങ്ങിയിരിക്കുക. അപ്പോൾ ആ സമയത്താണ് ചോദിക്കുന്നത്, അച്ഛൻ ഇനി എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കേണ്ടതുണ്ടോ തിരുമേനി? പക്ഷേങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ട് കൊണ്ടുവരാം. ഇനി ഒന്നും വേണ്ട, എല്ലാം ഇവിടെയുണ്ട്. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞല്ലോ തിരുമേനി, അല്ലേ? ഏതാണ്ട് കഴിഞ്ഞു. ഇന്ന് രാവിലെ രേവതി വന്നല്ലേ എല്ലാം ഒരുക്കിയത്. അപ്പോൾ അച്ഛനും അച്ഛമ്മയും ഒന്ന് നോക്കി പരസ്പരം. എന്നിട്ട് അച്ഛൻ പറയാണ്, അവൾ നമ്മളുടെ കൂടെയല്ലേ വന്നത്, അപ്പോൾ അതിൻ്റെ ഇടയിലെപ്പോൾ ക്ഷേത്രത്തിലേക്ക് വന്നേ? അതിരാവിലെ ഇവിടെ വന്ന് എല്ലാം ഒരുക്കിയതിന് ശേഷം വീട്ടിലേക്ക് വന്നതാ. കേട്ടല്ലോ രവി, എങ്ങനെയുണ്ട് എൻ്റെ മോള് രേവതി? അപ്പോൾ അച്ഛമ്മയോട് പറയാണ്, അച്ഛൻ അവളിപ്പോൾ അമ്മയുടെ മാത്രം മോളായി, നമ്മളെ ഒന്നും മോളല്ല, നമ്മുടെ എല്ലാവരുടെയും മോളല്ലേ. ഇതൊക്കെ സുധി കേൾക്കുന്നുണ്ട്. അപ്പോൾ പൂജാരി പറയാണ്, അവൾ എല്ലാവരുടെയും മകളാ, ഇവിടുത്തെ അമ്മയുടെയും മകളാ, ഇവിടെ കുടികൊള്ളുന്ന അമ്മയുടെയും മകളാണ്, ഇവിടെ വളർന്ന് വലുതായ കുട്ടിയാണ് ആ കുട്ടി. അപ്പോൾ സുധിയോട് പൂജാരി ചോദിക്കുകയാണ്, കല്യാണ പെണ്ണ് വന്നോ? ഇല്ല, വെയിറ്റ് ചെയ്യുക എല്ലാവരും. അപ്പോൾ ചന്ദ്ര പറയാണ് ഇപ്പുറത്തുനിന്ന്, ആ വറ്റകൾ പൂക്കടയും തുറന്നു വെച്ച് എന്നെ അപമാനിക്കുക, എല്ലാം എൻ്റെ തലയിലെഴുത്ത്, എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റാ ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അപ്പം ഭാമ പറയാണ്, ഇപ്പം എന്തിനാ നീ നിൻ്റെ അച്ഛനെക്കുറിച്ച് പറയുന്നത്? ആ മനുഷ്യനല്ലേ ഈ ബസ് ഡ്രൈവർക്ക് എന്നെ കെട്ടിച്ചു കൊടുത്തത്. ഇങ്ങേരി ബസ്സിന് മുമ്പിൽ വീണ് മരിച്ചയാളെ മരുമകളായിട്ട് പ്രതിഷ്ഠിച്ചു. അതോടെ എൻ്റെയും വീട്ടുകാരുടെയും കഷ്ടകാലം തുടങ്ങി. അച്ഛൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ അനുഭവിക്കേണ്ടി വരുമായിരുന്നോ? പിന്നെ ഭാമ പറയാണ്, നിൻ്റെ കഷ്ടകാലം തീരെയല്ലേ ചന്ദ്രേ, കോടീശ്വരിയായ അച്ഛനുള്ള മരുമകളല്ലേ നിനക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അവൾ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കഷ്ടകാലം എല്ലാം തീരും. അതാണൊരു സമാധാനം. ഇവന് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് സുധിക്ക് ഏട്ടനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അങ്ങേര് ക്ഷേത്രത്തിന് മുമ്പിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന പെണ്ണിനെ കണ്ട് കെട്ടിച്ചേനെ. ഇത് ഞാൻ കണ്ടെത്തിയ പെണ്ണായതുകൊണ്ട് സുധിയും ഞാനും രക്ഷപ്പെട്ടു. മലേഷ്യയിലുള്ള കോടീശ്വരൻ്റെ മകള്. എങ്ങനെയുണ്ട് എൻ്റെ സെലക്ഷൻ? അതെന്താ ചന്ദ്രേ നീ മാത്രം തിരഞ്ഞെടുത്തതുപോലെ പറയുന്നേ? ഈ പെണ്ണ് എൻ്റെ കയ്യിൽ വന്നു ചേരാൻ ആരാ കാരണം? കാരണം ഞാനല്ലേ. അത് നീ മറന്നു. മറന്നിട്ടൊന്നുമല്ല. എന്തായാലും കല്യാണത്തിലെത്തിച്ചത് ഞാനല്ലേ.
ബാമേ നീ നോക്കിക്കോ, ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. സുധിയുടെ അച്ഛൻ്റെ മലേഷ്യയിലുള്ള പണം മുഴുവൻ ഞാനിവിടെ കൊഴുക്കും. പിന്നെ ഈ നാട്ടിലെ ടോപ്പ് പണക്കാരെ ഞാനും ശ്രുതിയായിരിക്കും. ശ്രുതിയും മീരയും വരികയാണ്. അപ്പോൾ ശ്രുതി ഇടയ്ക്കിടയ്ക്ക് ബാക്കിൽ നോക്കുവാണ്. അപ്പോൾ മീര ചോദിക്കുന്നു, എന്താ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബാക്കിൽ നോക്കുന്നത്? അയാൾ പുറകെ വരുന്നുണ്ടോ? ഏയ് അതൊന്നുമില്ല. നീ ഇങ്ങനെ വെറുതെ ടെൻഷനാവാതെ. 18 വയസ്സ് തികയുന്നതിന് മുമ്പേ എന്നെ ഇങ്ങനെ വേഷം കെട്ടി ഒരുക്കിയിരുന്നു. അന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയിട്ട് നടന്നില്ല. ഇന്ന് ഞാനായിട്ടൊരുങ്ങി എനിക്കിഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് നടക്കില്ലെന്ന പേടിയുണ്ട് എനിക്ക്. നടക്കുവേടി, നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കേ. മീര പറയാണ്, അയാൾ ചുമ്മാ വിളിച്ച് വരട്ടുക, അയാൾ വരാനൊന്നും പോകുന്നില്ല. അപ്പോഴാണ് ശ്രുതിയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത്. ആരാ വിളിക്കുന്നേ? അറിയില്ല, അന്നോൺ നമ്പറാ. എടുത്ത് സംസാരിക്കേ. അവൾ ഫോണെടുത്ത് ഹലോ എന്ന് പറഞ്ഞു. അപ്പം മറ്റവനായിരുന്നു അപ്പുറത്തുള്ളത്. അപ്പോൾ അവൻ പാട്ട് പാടുകയാണ്, മണിമുറ്റത്താവണിപ്പന്തൽ എന്നുള്ള പാട്ട്. അവൻ 2 വരി പാടിയതിന് ശേഷം പറയാണ്, കല്യാണി ഇതിൻ്റെ ബാക്കി നീ പാട്. അവൻ അതും പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ഇന്നലെ രാത്രി എൻ്റെ നമ്പറിൽ നിന്ന് നിന്നെ പല തവണ വിളിച്ചു, നീ ഫോൺ എടുത്തില്ല. അതാ ഞാൻ പുതിയ നമ്പർ സംഘടിപ്പിച്ചത്. പിന്നെ എന്തൊക്കെയുണ്ട് കല്യാണി കാര്യങ്ങൾ? ക്ഷേത്രത്തിലേക്ക് പോവുമായിരിക്കും അല്ലേ? ഞാനേ പുറകെ വന്നോളാം, നമുക്കവിടെ വെച്ച് കാണാം, ഓക്കെ? അവൻ വീണ്ടും ആ പാട്ട് തന്നെ പിന്നെയും പാടിയിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ശ്രുതി പറയാണ് ഡ്രൈവറോട്, ചേട്ടാ വണ്ടി ഒന്ന് നിർത്തൂ. അപ്പോൾ മീര പറയാണ്, എന്ത് പറ്റി? ചേട്ടാ വണ്ടി നിർത്താൻ. നിങ്ങൾക്കെന്താ ചെവി കേൾക്കില്ലേ? വണ്ടി നിർത്താനല്ലേ പറഞ്ഞേ? അയാൾ വണ്ടി സൈഡാക്കി ഒതുക്കിയിട്ടു. അപ്പോൾ അതിൽ നിന്നും അവർ 2 പേരും ഇറങ്ങി. മീര ചോദിക്കുകയാണ്, എന്താ പറ്റിയത് നിനക്ക്? അപ്പോൾ ശ്രുതി പറയുന്നു, ഞാൻ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ല. നീ ഭ്രാന്ത് പറയാതെ. അപ്പോൾ അവൾ പറയാണ്, നവീൻ അവിടെ വന്ന് സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ അപമാനിക്കപ്പെടും. തല കുനിച്ച് നിൽക്കേണ്ടി വരും ഞാൻ. എൻ്റെ കഷ്ടകാലം മാറുന്നില്ല മീരെ. ഈ കല്യാണം നടക്കില്ല എല്ലാവർക്കും മുന്നിൽ. അപ്പം മീര പറയാണ്, നീ ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ പറഞ്ഞില്ലേ, അവൻ പറയുന്നത് പോലെ വരാനൊന്നും പോകുന്നില്ല. വരും. ഇപ്പം എന്നെ വിളിച്ചത് അവനാ. നമ്മുടെ പുറകെ അവൻ ഇവിടെ എത്തും എന്നാ പറഞ്ഞേ. സ്വപ്നം കണ്ടതൊക്കെ വെറുതെയായി, എല്ലാം അവസാനിച്ചു. ഞാനിനി ക്ഷേത്രത്തിലേക്കില്ല, നമുക്ക് മടങ്ങിപ്പോകാം. ഇവിടെ ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുകയാണ്. അപ്പം ബാമ വന്നിട്ട് പറയാണ്, ചന്ദ്രേ, ശ്രുതിയെ എവിടെ? ശ്രുതിയെ എന്താ കാണാത്തത്? എന്താ വരാൻ വൈകുന്നത്? വിളിച്ചപ്പോൾ ഇറങ്ങിയെന്ന് പറഞ്ഞതാണല്ലോ. ചന്ദ്രേ, ഇനിയും വൈകിയാൽ മുഹൂർത്ത സമയത്ത് താലി കെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവൾ വരും, നീയൊന്ന് സമാധാനിക്ക്. ചന്ദ്രേ, എൻ്റെ സമാധാനമില്ലല്ലോ മുഖ്യം. എന്താ ചന്ദ്രേ നീ ഇവിടെ വന്ന് നിൽക്കുന്നേ? അച്ഛൻ വന്നിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയാണ്, ശ്രുതി വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകണമല്ലോ, അതാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതെന്താ ഇവക്ക് ഇവിടുന്ന് അവിടം വരെ അവൾക്ക് നടന്നു വരാൻ കഴിയില്ലേ? അപ്പോൾ അശോകൻ എന്ന പേരുള്ള ആൾ വന്നു. അപ്പോൾ രവി, എന്താ നീ ഇത്ര വൈകിയേ? നീ എൻ്റെ കൂടെ നിൽക്കേണ്ട ആളല്ലേ എന്ന് പറയാണ് രവി അശോകനോട്. അലങ്കയ്യായി സഹായിക്കാൻ നിൻ്റെ ഭാര്യ കൂടെ ഉണ്ടല്ലോ അല്ലേ ചന്ദ്രേ? സുഖമല്ലേ ചന്ദ്രേ? സുഖം. അപ്പോഴേക്ക് സച്ചി അവിടെ എത്തി. അങ്കിൾ. ആൻറ്റി എവിടെ? അവൾക്ക് നല്ല സുഖമില്ല, അതുകൊണ്ട് അവൾ വരാഞ്ഞത്. അപ്പോഴേക്ക് ശ്രുതി അവിടെ എത്തി. എന്നിട്ട് പറയാണ്, അതേ, എന്നെ ഒറ്റക്കാക്കിയിട്ട് എല്ലാവരും എന്താ ഇവിടെ വന്നിരിക്കുന്നേ? അപ്പോൾ സച്ചി, അയ്യോ കുഞ്ഞുമോൻ പേടിച്ചു പോയോ ഒറ്റക്കാക്കിയിട്ട്? തള്ളയുടെ കൈ പിടിച്ചോളൂ കേട്ടോ, വിടണ്ട. എല്ലാവരും എന്താ ഇവിടെ നിൽക്കുന്നേ? അതല്ല, കല്യാണപ്പെണ്ണ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ല, കല്യാണപ്പെണ്ണ് ഇതുവരെയും വന്നില്ലേ? ഇല്ല എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ സച്ചി പറയാണ്, ഉടുക്കോ ആ പെണ്ണ് വരാതിരിക്കുമോ? അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ആരോ പറയുന്നത് കേട്ടിരുന്നു, അവൾ നിനക്ക് പറ്റിയ പെണ്ണാണ്, നിൻ്റെ അതേ ക്യാരക്ടറാണ് എന്നൊക്കെ. അപ്പോൾ അവളും കല്യാണം വേണ്ടാന്ന് വെച്ച് ഓടിപ്പോയി കാണുമോ? ഏയ് സച്ചി, എന്താടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി പോകുമ്പോഴാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? മുമ്പ് ആരോ പാടിയിട്ടില്ലേ, എന്താ അത്? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ. രേവതി, എന്താ അത്? ഏയ് രേവതി, എന്താ അത്? രേവതിയെ വിളിച്ച് ചോദിക്കുകയാണ്. താൻ ചെയ്ത കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക തന്നെ വേണം. അത് തന്നെ. കിട്ടിപ്പോയി എന്നും പറഞ്ഞ് അവരടുത്തെത്തി. എന്താ സെക്കൻഡ് മാരേജ്? പുതുമണവാളാ? സെക്കൻഡോ? അതെ, 2ാം തവണയല്ലേ പുതുമണവാളൻ്റെ വേഷം കെട്ടുന്നത്, അപ്പോൾ പിന്നെ സെക്കൻഡ്. നിൽക്കുന്ന കുടുംബത്തെ കരയിച്ച് ഓടിപ്പോയവനല്ലേ ഇവൻ.
അതിനുള്ള ശിക്ഷ ഇവൻ അനുഭവിക്കും. വീണ്ടും സച്ചി പറയാണ്, നമ്മൾ എറിയുന്ന ബോള് അതായത് ചുമരിലെറിഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ നമ്മളെ തിരികെ തന്നെ വരും. അവൾ ഓടിപ്പോയി കാണും, ഉറപ്പാ. അവിടെ ചന്ദ്ര എത്തിയിട്ട് ചോദിക്കുകയാണ്, എടാ നിന്റെ വായിലെന്താടാ? അപ്പോൾ അവൻ, വായിലൊന്നാക്കും. നിന്റെ വായിൽ നല്ലതൊന്നും വരില്ലേ? ഒരു കല്യാണം നടക്കുന്നിടത്ത് വന്ന് ഇങ്ങനെയൊന്നും പറയരുത്. കല്യാണം നടക്കുമെന്ന് തന്നെ സംശയം. എടാ നിനക്ക് കല്യാണം സെറ്റായില്ലെന്നാ തോന്നുന്നേ. എൻ്റെ കുട്ടിക്ക് കല്യാണ യോഗയില്ല. അപ്പോൾ ചന്ദ്ര, എടാ. അപ്പോൾ പിന്നെ സച്ചി പറയാണ്, നിന്റെ തലവിധി ആ പെണ്ണിനും വന്നെന്നാ തോന്നുന്നേ. നീ ഒരു കാര്യം ചെയ്യ്, ക്ഷേത്രത്തിനകത്ത് ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരുന്ന് പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് വറ്റാനാവുമ്പോൾ എഴുന്നേറ്റ് വീട്ടിൽ പോയിക്കോ. സച്ചി നീ നിർത്തിയേ. അച്ഛൻ കണ്ടോ, ആ പെണ്ണ് വരില്ല, ഈ കല്യാണം നടക്കില്ല. എടാ നീ നിൻ്റെ വായോ നടക്കുമോ? ശ്രുതി മോൻ ടെൻഷനാവാതെ. നീ ശ്രുതിയെ ഒന്ന് വിളിക്ക്. ഞാനൊന്ന് വിളിക്കട്ടെ. നീ അങ്ങോട്ടേല്ലേ. എന്താടാ മോനെ? അവൾ ഫോൺ എടുക്കുന്നില്ല അമ്മേ. എന്ത് പറ്റിയടാ അവൾക്ക്? ഫോൺ സൈലൻറ്റിലായിരിക്കും ചന്ദ്രേ, നീ ടെൻഷൻ അടിക്കാതെ. ഇവൻ മുമ്പ് കല്യാണ സമയത്ത് ഓടിപ്പോയ കാര്യം ആ പെണ്ണിനോട് പറഞ്ഞിരുന്നോ? ഇല്ല, ഇവരങ്ങനെയൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. ഇപ്പം ആരെങ്കിലും ആ കുട്ടിയോട് ഈ വിവരം പറഞ്ഞു കാണുമോ? അപ്പോൾ ചന്ദ്ര പറയാണ്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ, അല്ലെങ്കിൽ തന്നെ വയറെരിയ. ചന്ദ്ര, ശ്രുതി എന്തായാലും വരും. അപ്പോൾ സച്ചി, വരും. പിന്നെ രേവതിയുടെയും ദേവുവിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, ദേവു നിനക്കിന്ന് കോളേജില്ലേ? ഉണ്ട് സച്ചിയേട്ടാ, ഞാനിന്ന് ലീവ് എടുത്തതാ. അതെന്തിനാ ലീവ് എടുത്തേ? അതിന് നീ ലീവ് എടുത്തേ? ഇന്ന് കല്യാണമല്ലേ. ഇവൻ്റെ കല്യാണത്തിന് നീ അല്ലാത്ത മനുഷ്യൻ ലീവ് എടുക്കുമോ? നിൻ്റെ പഠിത്തത്തേക്കാൾ വലുതാണോ ഇവൻ്റെ കല്യാണം? അപ്പോൾ അവളുടെ അമ്മ പറയാണ്, അല്ല മോനെ, നമ്മളെ കുടുംബത്തിൽ നടക്കുന്ന കല്യാണമല്ലേ, അതുകൊണ്ടാണ് മോനെ ഇന്ന് ലീവാക്കിയേ. എന്ത് കല്യാണം അമ്മേ? രേവതി നീ ഇങ്ങ് വന്നേ. ഞാൻ മാല കെട്ടുന്ന കണ്ടില്ലേ? ഇവന് വേണ്ടിയിട്ടാണോ മാല കെട്ടുന്നേ? നിനക്കെന്താ വേറെ ജോലിയില്ലേ? നീ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ദേവുവിനെ ഇവിടെ നിർത്തണ്ട, അവളെ കോളേജിലേക്ക് പറഞ്ഞു വിട്. എന്താ കാര്യം? ഇവിടെ നടക്കുന്നതൊന്നും നീ കാണുന്നില്ലേ? ആ കല്യാണപ്പെണ്ണ് ഇവിടെ വരില്ല. ഇപ്പോൾ കല്യാണപ്രായത്തിയ ഒരേ ഒരു പെൺകുട്ടി നിൻ്റെ ദേവുവാ. എല്ലാവരും കൂടെ ചേർന്ന് അവനെ കൊണ്ട് ഇവളെ കെട്ടിക്കും. എന്തൊക്കെയാ നിങ്ങളീ പറയുന്നേ? ഞാനൊക്കെ മുൻകൂട്ടി കണ്ടാ പറയുന്നേ. അതുകൂടെ കേട്ടപ്പോൾ രേവതിക്ക് നല്ല പേടിയായി. അപ്പോൾ രേവതി മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്താ സംഭവമെന്ന് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.